ചെങ്കടൽ തീരമതിൽ തൻദാസൻ കേണതുപോ ചങ്കിനു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 4-ാമത് വാക്യം. നിൻ്റെ കണ്ണിന് ഉറക്കവും നിൻ്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത് എന്നുള്ള ഒരു വചനമാണ്. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ മുൻപിൽ ആഴമായി കരയുകയും നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരനുഭവത്തിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കണ്ണിന് ഉറക്കം കൊടുക്കുവാനും കണ്ണിമ അടച്ചു വയ്ക്കുവാനും കഴിയുന്ന ഒരു പശ്ചാത്തലത്തിലൂടെയല്ല ഞാനും നിങ്ങളും കടന്നു പോകുന്നത് എന്നതുകൊണ്ടാണ്. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 18-19 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഓർപ്പിക്കുന്നുണ്ട്. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും ഓലോലം കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്. നിൻ്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക. നിൻ്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പുകൊണ്ട് തളർന്നു കിടക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. നിരവധി ആളുകൾ നാശത്തിൻ്റെ വക്കിലേക്ക് കടന്നു പോകുമ്പോൾ, പരാജയത്തിൻ്റെ വക്കിലേക്ക് കടന്നു പോകുമ്പോൾ, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഖനിദ്രയിലേക്ക് പ്രവേശിപ്പാൻ കഴിയില്ല എന്നുള്ളതാണ്. 2-ാം അധ്യായം 11-ാം വാക്യത്തിലും പറയുന്നുണ്ട്, എൻ്റെ ഉള്ളം കലങ്ങി കരൾ നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു. പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്ന് കിടക്കുന്നു. എന്തുകൊണ്ടാണ് അവർ തളർന്ന് കിടക്കുന്നത്? ആഹാരവും വീഞ്ഞും എവിടെ എന്ന് ഈ കുഞ്ഞുങ്ങൾ അമ്മമാരോട് ചോദിക്കുന്നു. അവർക്ക് കഴിക്കുവാനും കുടിക്കുവാനും ഇല്ലാത്തവരായി അവരുടെ പ്രാണൻ നഷ്ടപ്പെടുന്ന നിലയിൽ അവർ വല്ലാത്ത പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ ചോദിക്കുകയാണ്, എന്താണ് കഴിക്കാനുള്ളത്? ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സുഖമായി കിടന്നുറങ്ങുവാൻ കഴിയും എന്ന് ചോദിക്കുന്ന ഒരു പ്രവാചക ശബ്ദമാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ജ്ഞാനിയായ ശലോമോനും പറയുന്നത് അതുതന്നെയാണ്. ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒന്നിനു പിന്നാലെ ഒന്നായി കടന്നു വരുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ രക്ഷപ്പെടുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, വിശ്വാസ പോർക്കളത്തിൽ പരാജിതരായി തീരാതെ പൊരുത് നമുക്ക് ജയിക്കുവാൻ കഴിയണമെങ്കിൽ, ധീരതയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുൻപോട്ട് കഴിപ്പാൻ കഴിയണമെങ്കിൽ, നിൻ്റെ കണ്ണിനുറക്കവും നിൻ്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായൊരു പ്രാർത്ഥന കഴിക്കുന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ആഴമായി കിടന്നുറങ്ങുന്നവരായിട്ടല്ല, ദേശത്തിന്, സമൂഹത്തിന്, ദൈവജനത്തിനൊക്കെ നേരിടുവാൻ പോകുന്ന വലിയ പ്രതിസന്ധിയെ ആഴമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുന്ന, നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ജനസമൂഹമായി തീരുവാൻ ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിനു വേണ്ടി, നമ്മുടെ സമൂഹത്തിനു വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടിയൊക്കെ ഇടിവിൽ നിന്ന് ആഴമായി നിലവിളിക്കുന്ന, കരയുന്ന ഒരനുഭവമുള്ളവരായി നമുക്ക് തീരാം. അതിനായി നമ്മെ സമർപ്പിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായ ഇടിവിൽ നിന്ന് കരയുവാനും പ്രാർത്ഥിപ്പാനും നിലവിളിപ്പാനും ദൈവത്തിങ്കിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അനുഭവിപ്പാനും ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ഈ ദൈവവചന ചിന്ത കേട്ടവരുടെ മേൽ ചൊരിയണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.